പ്രശ്നങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, പ്രാരാബ്ധങ്ങളില്ലാതെ വീട് സ്വർഗമാക്കാൻ വേണ്ടി 7 കാര്യങ്ങൾ മുറുകെ പിടിക്കുമോ? അതിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, അഫലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂ തഹാബബതും അഫ്ശുസ്സലാമ ബൈനകും. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, സ്നേഹിക്കാൻ വേണ്ടി മനസ്സ് വെമ്പൽ കൊള്ളുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാത്ത ലോകത്ത് വാപ്പയും ഉമ്മയും, വാപ്പയും മക്കളും, ഉമ്മയും മക്കളും, അതുപോലെ ഭാര്യയും ഭർത്താവും, ശിഷ്യഗണങ്ങളും ഉസ്താദുമാരും അധ്യാപകരും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും എന്താണ് സ്നേഹമെന്ന് തിരിച്ചറിയാതെ, എന്താണ് സ്നേഹമെന്ന്, എന്താണ് കരുണയെന്ന്, എന്താണ് ആർദ്രതയെന്ന്, എന്താണ് അലിവെന്ന്, എന്താണ് ദയയെന്നറിയാതെ പ്രിയപ്പെട്ടവരെ നടുകടലിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ കഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഓരോന്നും മനസ്സിനകത്ത് കോറിയിടണേ പ്രിയപ്പെട്ട പെങ്ങളെ. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? റസൂലുള്ളാഹി പറയുകയാണ്, അഫലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂ തഹാബബതും അഫ്ശുസ്സലാം. ഏതോ ഒരു വർഷത്തിൽ ഞാനൊരു ഭാഗം ഇതിന് പറഞ്ഞിട്ടുണ്ട് താഴെ പാങ്ങോട്, അതുകൊണ്ട് ഞാൻ വിശദീകരണങ്ങളില്ലാതെ, ഒരുപാട് വിശദീകരിക്കാതെ ഞാനൊന്ന് ഹ്രസ്വമായിട്ട് ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം മുട്ടിടാൻ, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം പൂത്തുലയാൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലും മറ്റൊരാളോടുള്ള സ്നേഹം നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? അഫ്ശുസ്സലാം. നിങ്ങൾ സലാം പറയണേ, നിങ്ങൾ സലാം പറയണേ, നിങ്ങൾ സലാം പറയണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അറിയുമോ നിങ്ങൾക്ക്, പാശ്ചാത്യ ലോകങ്ങളില് ഇന്ന് പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺ ഇൻജക്ട് ചെയ്യുന്ന കാലമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ സ്നേഹം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഈ മന്നാനിയോട് സ്നേഹമില്ലെങ്കിൽ, എനിക്ക് ഈ മന്നാനിയോട് സ്നേഹമില്ലെങ്കിൽ, പാശ്ചാത്യ രാജ്യങ്ങളില്, പടിഞ്ഞാറൻ രാജ്യങ്ങളില് സഹോദരങ്ങളെ ഹോർമോൺ കുത്തിവെക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ അയാൾ സ്ഥാനം പിടിക്കാൻ, അയാളുടെ മനസ്സിൽ എന്നോട് പ്രയം തോന്നാൻ, ആ സ്നേഹം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന കാലത്താ നമ്മളുള്ളത്. എന്നാ നിങ്ങൾക്കറിയോ, 1400 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു സഹസ്രാബ്ദത്തിനും 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തെ എന്താണ് സ്നേഹമെന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ ഹോൾസെയിൽ ഡീലർ, ലോകത്ത് സ്നേഹം എന്താണ്, കരുണ എന്താണ്, ആർദ്രത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത കനിവിന്റെ അംബാസഡറായ മുഹമ്മദ് മുസ്തഫ, സ്നേഹപ്രപഞ്ചത്തിന്റെ മുഴുവനും സംവിധായകനായ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ, അവിടത്തെ നിന്ന് സ്നേഹം എന്താണെന്ന് ലോകത്ത് പഠിപ്പിക്കാൻ ഭൂമി ലോകത്ത് നിയോഗിച്ച നബി മുഹമ്മദ് മുസ്തഫ, സ്നേഹത്തിന്റെ പര്യായമേ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ വാർഷികമല്ലേ താഴെ പാങ്ങോടുകാരാ, നമ്മളെല്ലാം അഹ്ലു സുന്നത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവരല്ലേ. സ്വലാത്ത് ചെല്ലാതിരിക്കാൻ നമുക്കെന്ത് ന്യായമാണ്? എത്ര പാതിരാത്രിയിലും എത്ര ഉറക്കത്തിലും നമുക്ക് ചൊല്ലാം, നമ്മുടെ വികാരമേ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ണമേ നബി മുഹമ്മദ് മുസ്തഫ, ഹൃദയത്തിന്റെ തുടിപ്പേ നബി മുഹമ്മദ് മുസ്തഫ. ആ പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, സ്നേഹം നിലനിൽക്കണോ നിങ്ങൾക്ക്? നിങ്ങൾ സലാം പറയുന്നത് കൊണ്ട് നിങ്ങളുടെ സ്നേഹം നിലനിൽക്കുമെന്നാണ്. ഒരു ഇഞ്ചക്ഷൻ ഇല്ലാതെ, ഒരു ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യാതെ ലോകത്തിന്റെ നായകൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്, ഒരാളെ മുന്നിൽ കാണുമ്പോ നീ സലാം പറഞ്ഞാൽ അവന്റെ മനസ്സിൽ നിന്നോട് സ്നേഹം മുട്ടിടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അതുകൊണ്ടാണ് അന്യ പുരുഷൻ അന്യ സ്ത്രീയെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയണ്ട. കാരണം എന്താ? പറഞ്ഞ അവളുടെ ഹൃദയത്തിൽ ലഡു പൊട്ടും, അവളുടെ ഹൃദയത്തിൽ മുട്ടിടും സ്നേഹം. ഒരു പെണ്ണ് അന്യ പുരുഷനോട് സലാം, ഇനി നാളെ മുതൽ ഇത് കാണുന്നവരോടൊക്കെ പറയണ്ട, കാണുന്നവരോടൊന്നും പറയണ്ട. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോ സലാം പറഞ്ഞാൽ
അവര് തമ്മിലുണ്ടാകുന്ന സ്നേഹത്തിന്റെ ഊഷ്മളത നിലനിൽക്കുകയും കൂടുകയും ചെയ്യുമെന്ന് പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഈ ഹദീസ്, ഈ പ്രവാചകൻ, ഈ ആയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ പഠിപ്പിക്കുമ്പോ സഹാബാക്കള് മതിലിന്റെയും വൃക്ഷത്തിന്റെയും പാറകളുടെയും ഇടയിൽ ഒളിച്ചിരുന്ന് വീണ്ടും മുന്നിലേക്ക് വന്ന് സലാം പറയുമായിരുന്നു. കാരണം കാണുമ്പോഴാണ് സലാം പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോ സലാം പറയണ്ട. അവര് മതിലിന്റെ പിന്നിൽ ഒളിച്ചിട്ട്, വൃക്ഷത്തിന്റെ പിന്നിൽ ഒളിച്ചിട്ട്, പാറയുടെ പിന്നിൽ ഒളിച്ചിട്ട് വീണ്ടും മുന്നിലേക്ക് വന്നിട്ട് സലാം പറയുമായിരുന്നു. ഇന്ന് എതിരെ വരുന്നവൻ എന്റെ പാർട്ടി അല്ലെങ്കിൽ, എന്റെ സംഘടനക്കാരനല്ലെങ്കിൽ, എന്റെ കൂടെ നിൽക്കുന്നവനല്ലെങ്കിൽ, പാറയുടെയും മരത്തിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കുന്നത് സലാം പറയാതിരിക്കാനാണ്. സലാം പറയാതിരിക്കാനാണ്. സലാം പറയാൻ വേണ്ടി ഒരു സമൂഹം ഓടി ഓടി തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മുന്നിലേക്ക് വന്നിട്ട് സലാം പറയുമായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്, ഏത് വിഷയത്തിലും ഒന്നാമനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഒരൊറ്റ വിഷയത്തിൽ മഹാനവറുകൾ പിന്നിലായി പോയി. ഏത് വിഷയത്തിലെന്നറിയോ? സലാം പറയുന്ന വിഷയത്തില്. എന്തേ കാര്യം? സലാം പറയുന്നത് എപ്പോ അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ തങ്ങളെ കണ്ടാലും ഓടി വന്ന് ഇങ്ങോട്ട് സലാം പറയുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഓടി വന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഇങ്ങോട്ട് സലാം പറയുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മിണ്ടാതെ അതങ്ങ് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ സലാം മടക്കി എത്രയോ മാസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അലി തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കണ്ടിട്ട് സലാം മിണ്ടിയില്ല, സലാം പറഞ്ഞില്ല. അത് വല്ലാത്ത വേദന ഉണ്ടാക്കി സിദ്ദീഖ് തങ്ങൾക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് സലാം പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിന് പിണക്കമില്ലെന്ന് ബോധ്യമായി. കാരണം പറഞ്ഞ ഉടനെ സലാം മടക്കി. പക്ഷേ മനസ്സിന്റെ ഉള്ളറകളിലെ വേദന തളം കെട്ടുകയാ. മനസ്സ് തകർന്നുപോയി. എന്തുകൊണ്ടാണ് എന്നോട് അലി സലാം പറയാതിരുന്നത്? എന്നോട് എന്തുകൊണ്ടാണ് അലി സലാം ചൊല്ലാതിരുന്നത്? എന്തുപറ്റി എന്റെ അലിയിന്? എല്ലാ ദിവസങ്ങളിലും എന്നോട് കാണുമ്പോഴല്ലേ സലാം ചൊല്ലിയത്. ഇന്നെന്തുപറ്റി എന്നോട് സലാം പറഞ്ഞില്ല? എന്റെ മനസ്സിന് താങ്ങുന്നില്ല. അല്ലാ, ഓടുകയാണ് സിദ്ദീഖ് തങ്ങൾ, ഓടുകയാ ഇലാ ഹദറത്തി റസൂലില്ലാ. ആരംഭപ്പൂവായ മുത്തിന്റെ അടുക്കലേക്ക് പോയിട്ട് പറയുകയാ, യാ റസൂലല്ലാ, എന്റെ അലി എന്നും എന്നോട് സലാം ചൊല്ലിയിരുന്നു നബിയേ. ഏത് സമയത്ത് എന്നെ കണ്ടാലും അലി എന്നോട് സലാം പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ടാ പറഞ്ഞത്, എന്നോട് സലാം പറഞ്ഞില്ല. എന്താണ് എനിക്കറിയില്ല, താങ്ങാൻ എനിക്ക് കഴിയുന്നില്ല. ആ സമയത്താണ് അലി തങ്ങളെ വിളിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. എന്നിട്ട് ചോദിക്കുന്നു, അലിയേ എന്തു പറ്റി നിനക്ക്? അബൂബക്കറിനോട് എന്നും നീ സലാം പറയുമല്ലോ, ഇന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? സിദ്ദീഖ് ഇങ്ങോട്ട് പറയേണ്ടി വന്നത്. ആ സമയത്ത് എന്താ അലിയുടെ മറുപടി എന്നറിയോ? ഈ രാത്രിയിൽ ഞാൻ സ്വർഗമിൽ ഒരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തതാർക്കതിനുത്തരം. ആദ്യം സലാം പറയുന്നവർ കാണുന്ന, അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ ഹബീബേ ഒരു സ്വപ്നം കാണുകയാണ്. സുന്ദരമായ സ്വർഗം കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അള്ളാന്റെ സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസയില് ഒരു വെള്ളക്കൊട്ടാരം ഞാൻ കണ്ടു നബിയേ. ഒരു വൈറ്റ് പാലസ് ഞാൻ കണ്ടു, ഒരു വെള്ളക്കൊട്ടാരം ഞാൻ കണ്ടു റസൂലേ. അതിന്റെ സെക്യൂരിറ്റിക്കാരനായ പാറാവുകാരനായ മലക്ക് റിദ്വാനോട് ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? അവിടുന്ന് മലക്കെന്നോട് പറഞ്ഞു, ആദ്യ സലാം പറയുന്നവർക്കാണ്, ആദ്യമായി സലാം ചെല്ലുന്നവർക്കാണ് ഈ പറയുന്ന ഈ കാണുന്ന കൊട്ടാരം ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് നബിയേ, ഈ പാവപ്പെട്ട അലിയിന് എത്രയോ കൊട്ടാരം കിട്ടി റസൂലേ. എത്ര കൊട്ടാരമായി അലി നേടിയെടുത്തത്. ഏത് സമയത്തും എന്റെ സിദ്ദീഖിനോട് ഞാനല്ലേ സലാം പറഞ്ഞത്. ഒരു കൊട്ടാരം എന്റെ സിദ്ദീഖിന് കിട്ടണ്ടേ? ഒരു കൊട്ടാരം എന്റെ സിദ്ദീഖിനും കിട്ടണ്ടേ? അതുകൊണ്ട് ഇന്ന് ഞാൻ സലാം പറഞ്ഞില്ല. എന്റെ അംബാസഡറുമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, കാണുന്നവരോട് സലാം പറ.
കാണുന്നവരോട് സലാം പറയും. ആ സലാം പറയുന്നതോടുകൂടി നമുക്ക് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടെന്നിരിക്കട്ടെ, ഒരാളോട് ഏത് പിണക്കമാകട്ടെ, ആ പിണക്കമുള്ള ഒരാളോട് നമ്മൾ ചെന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും പറയോ? സുഖമാണോന്ന് ചോദിച്ചാൽ അയാൾ സംസാരിക്കുന്ന ശൈലി വേറെ രീതിയായിരിക്കും. സുഖമല്ലേ ഇങ്ങനെ നിൽക്കുമെന്ന് ചോദിക്കും. എവിടെ പോണെന്ന് ചോദിച്ചാൽ അയാൾ വിചാരിക്കും കളിയാക്കുകയാണ്. അയാൾ എങ്ങോട്ട് പറയും? മോശമായ വർത്തമാനങ്ങൾ പറയും. പക്ഷേ കളിലുള്ള കറകൾ മുഴുവനും മാറിയിട്ട് കാർമേഘം ഇരുണ്ടുകൂടി കിടക്കുന്ന ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കർക്കടകം പെയ്യിപ്പിക്കും അല്ലാഹു തആല. ആ നിലയിൽ നമ്മുടെ മനസ്സിനെ അല്ലാഹു തആല ഏറ്റവും നല്ല സ്നേഹബന്ധത്തിലേക്ക് നമ്മളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറന്നു പോകരുത്, ഹാഫിളീങ്ങളായ മക്കളാണ് ഈ ഇരിക്കുന്നത് ഏറ്റവും ബുദ്ധിയുള്ളത്. ഉറങ്ങരുത്. അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ നോക്കിയോ. മുത്തലിമീങ്ങളല്ല, എല്ലാവരുടെയും കാര്യം പറഞ്ഞതാ. അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ ഒന്ന് ഉണർത്തിയേക്ക്. ആണായാലും പെണ്ണായാലും അടുത്തിരിക്കുന്ന ആരുണ്ടെങ്കിലും ഒന്ന് ഉണർത്തിയേക്ക്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി വളരെ നല്ല സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഓരോ സ്ഥലത്ത് 10:30 മണിക്കാ പരിപാടി തുടങ്ങുക. ഇപ്പൊ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. 7:30 മുതൽ 9:30 വരെ. ഇന്നലെയൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മുടെ സ്വലാത്തിന്റെ വാർഷികമാണ്, അതുപോലെ തന്നെ പല പരിപാടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ 7:30 തുടങ്ങി 9:30 അവസാനിപ്പിക്കുന്ന ശൈലി താഴെപ്പാങ്ങോട് പറ്റൂല. പ്രസംഗങ്ങളിൽ പറ്റും, പക്ഷെ സമാപനത്തിന് പറ്റാൻ സാധ്യത കുറവാ. അബ്ദുൽ ഹക്കീം ഉസ്താദ് അല്പം ലേറ്റായിട്ടാ വന്ന, എങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറയുന്നത് അതേ ആംഗിളിൽ തന്നെ നിങ്ങൾ എടുക്കണം. സ്നേഹം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാനുള്ളതല്ലേ, അത് നുകരാനുള്ളതല്ലേ, അത് ആസ്വദിക്കാനുള്ളതല്ലേ. രണ്ടാമതായിട്ട് സ്നേഹം കിട്ടാൻ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്ക്. എത്ര വാപ്പമാരാണ്, എത്ര ഭർത്താക്കന്മാരാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഭാര്യമാരോട് സലാം പറഞ്ഞിട്ട് പോകുന്നത്? എത്ര ഭാര്യമാര് ചിന്തിക്ക്, എത്ര ഭർത്താക്കന്മാര് വീട്ടിലേക്ക് വരുമ്പോ സലാം പറഞ്ഞ് കയറുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത്, ഉസ്താദേ അയാൾക്ക് മുടിഞ്ഞ ഒരു സ്നേഹമായിരുന്നു, ഇപ്പൊ ഒരു സ്നേഹവും ഇല്ല. ശരിയാണ്. കയറി വരുമ്പോ സലാം പറയുന്ന ഏത് മക്കളാണുള്ളത്? ഉമ്മയോട് വാപ്പയോട് ഏത് മക്കളാണ് വീട് വിട്ടിറങ്ങി പോകുമ്പോ സലാം പറയുന്നത്? അത് പരിശീലിപ്പിക്കണം, അത് പഠിപ്പിക്കണം. ആ വീട്ടില് സ്നേഹം പൂത്തുലയും. സലാം നഷ്ടപ്പെട്ടു പോയാൽ ആ വീട്ടില് സ്നേഹത്തിന്റെ കുറവ് വളരെ കൃത്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പോട്ടെ, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അമ്പിയാക്കളും ശുഹദാക്കളും ആഗ്രഹിച്ചു പോകുന്ന പദവിയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പരസ്പരം നമ്മൾ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ ആ സ്നേഹം നിലനിർത്താനുള്ള ഒന്നാമത്തെ കാര്യം സലാം പറയലാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? ഇദാ ഹബ്ബർ റജുലു അഖാ ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു. ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നിങ്ങൾ തുറന്നു പറയണേ. നബി മുഹമ്മദ് മുസ്തഫ അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നിങ്ങൾ തുറന്നു പറയണേ. പൈങ്കിളി പ്രണയത്തിന്റെ കഥയല്ല ഈ പറയുന്നത്. കൂട്ടുകുടുംബാദികളെ തമ്മിൽ സ്നേഹിക്കാൻ, നാട്ടിലുള്ളവരെ തമ്മിൽ സ്നേഹിക്കാൻ, ഒരു മഹല്ലത്തിലുള്ളവരെ തമ്മിൽ സ്നേഹം പകുത്തെടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രണ്ടാമത്തെ മാർഗമാണ് ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു. നിന്റെ സ്നേഹത്തിന്റെ എല്ലാം നീ തുറന്നു പറയണേ. അറിയുമോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ? ആരാണ് ആയിഷ ബീവി എന്നറിയില്ലേ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിമാരിൽ മനുഷ്യ സഹജമായി നബിതങ്ങൾക്ക് കൂടുതൽ സ്നേഹമുള്ള ഭാര്യ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങക്ക് എന്നോട് സ്നേഹമുണ്ടോ നബിയേ? ആരോടാ ചോദിക്കുന്നത്? ഏറ്റവും വലിയ ദാമ്പത്യ ജീവിതത്തിന്റെ മാതൃക ലോകത്ത് മാലോകരുടെ മുമ്പിൽ മലർക്കെ തുറന്നു കാണിച്ചു കൊടുത്ത മർത്യകുലത്തിന്റെ സെറ്റപ്പിന് കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ. അവിടെ റസൂലുള്ളാഹി തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസി, തന്റെ രാജകുമാരി ആയിഷത്ത്
സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ചോദിക്കുകയാ, നബിയേ എന്നോട് സ്നേഹം നിങ്ങൾക്കുണ്ടോ നബിയേ? അർരിജാലു വന്നിസാഉ ഹൗല റസൂൽ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നീ എന്ത് ചോദ്യമാ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് നിന്നോട് സ്നേഹമല്ലേ ആയിഷ? ആ സമയത്ത് ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ എന്നോട് സ്നേഹം എത്ര വലിപ്പമാ നിങ്ങൾക്കുള്ളത്? എത്രമാത്രം നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട്? അറിയണേ, ഒരു ഭർത്താവിനോട് തന്റെ ഭാര്യ ചോദിക്കുകയാ, അതും ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പര്യായമായ മുത്തുനബിയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ആയിഷ സ്നേഹത്തിന്റെ വലിപ്പത്തെ പറ്റി പറയാൻ എനിക്ക് എങ്ങനാ കഴിയുക? സ്നേഹത്തിന്റെ വിശാലതയെ പറ്റി പറയാൻ എനിക്ക് എങ്ങനാ സാധിക്കുക? എന്നാലും ഞാൻ നിന്നോട് പറയട്ടെ, നീ കയറ് കണ്ടിട്ടുണ്ടോ ആയിഷ? ആ കയറ് നീ കണ്ടിട്ടുണ്ടോ? ആ കയറിന്റെ പിരികൾ തമ്മിൽ പിണഞ്ഞ് 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 കിടക്കുമ്പോൾ എന്റെ കൽബ് നിന്റെ കൽബിലേക്ക് പിണഞ്ഞ് കിടക്കുന്നു ആയിഷ. ആയിഷ ബീവി ലോകം കീഴടക്കിയ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ പാരമ്യതയിൽ ഓടുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സന്തോഷമായി. പിന്നീട് ഒരു ഘട്ടത്തിലും നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആയിഷ ബീവി സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ആയിഷ ബീവി സ്നേഹത്തിന്റെ വലിപ്പം ചോദിച്ചിട്ടില്ല. ചോദിക്കേണ്ട ഘട്ടങ്ങൾ വന്നിട്ടുണ്ട് പലപ്പോഴും. അപ്പോഴൊക്കെ എങ്ങനെയാ നബി തങ്ങളോട് ചോദിക്കുന്നതെന്നറിയോ? കൈഫൽ അഖ്ദതു യാ റസൂലല്ലാഹ്, എങ്ങനെ ഉണ്ട് നബിയെ കയറിപ്പോൾ? കയറിപ്പോ എങ്ങനെയുണ്ട് റസൂലേ? അവിടെ പറയുമായിരുന്നു, ഹിയ ഫീ ഹാലിഹാ, കയർ അങ്ങനെ തന്നെ ഉണ്ട് ആയിഷ. അതിന്റെ പിരികളൊന്നും വിട്ടുപോയിട്ടില്ല. അതിന്റെ പിരികൾക്ക് യാതൊരു നിലയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. നോക്കണേ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് സ്നേഹത്തിന്റെ വലിപ്പം ചോദിച്ചു വരികയാ. ആരാണിന്ന് സ്നേഹം കൊടുക്കാൻ തയ്യാറുള്ളത്? ജീവിതത്തിൽ ശരീരത്തിൽ ചൂടുള്ളപ്പോ സ്നേഹിക്കില്ല. താഴെ അങ്ങോട്ട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഭാര്യ മരിച്ച് ആ ഭാര്യയുടെ ശരീരം വിറങ്ങലിച്ച് ആ ഭാര്യയുടെ 3 തുണിയിൽ പൊതിഞ്ഞെടുത്ത മയ്യത്ത് കൊണ്ടുവച്ച് ഐസ് കട്ട പോലെ ശരീരം തണുക്കുമ്പോ ഭർത്താവ് വരികയാണ് ഖബറിന്റെ ചാരത്ത്. 2 മീസാങ്കല്ലിന്റെ അടിയില് 6 അടി മണ്ണിനടിയില് 10 പലകയുടെ താഴെ കിടക്കുന്നതെന്റെ പ്രാണപ്രേയസി അവളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു, ഭർത്താവ് എന്റെ പ്രിയപ്പെട്ടവളെ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, എനിക്ക് നിന്നോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു പെണ്ണ്. പക്ഷെ ഞാൻ തുറന്നു പറയാത്തത് എന്റെ പൗരുഷത്തിന്റെ അടയാളമെന്ന് കരുതിയതാ. ഞാൻ നിന്നോട് എന്റെ സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ല. എവിടെയാ പെങ്ങളെ? ശരീരത്തിൽ ചൂടുള്ളപ്പോഴല്ലേ സ്നേഹത്തിന്റെ പകുത്തു കൊടുക്കേണ്ടത്? ശരീരം മരവിച്ച് തണുത്തുറച്ചു പോയാൽ ആർക്ക് വേണമെടീ നിന്റെ സ്നേഹം? ആർക്ക് വേണമെടോ നിങ്ങളുടെ സ്നേഹം? വാപ്പയോട്, വാപ്പയ്ക്ക് മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. പക്ഷെ മക്കൾ പറയും, വാപ്പ സ്നേഹിക്കുന്നില്ലല്ലോ. വാപ്പ സ്നേഹിക്കുന്നുണ്ട്, വാപ്പാന്റെ ഉള്ളു തേങ്ങുന്നുണ്ട്. പക്ഷെ വാപ്പ സ്നേഹം പ്രകടിപ്പിക്കാത്തതാണ്. പ്രകടിപ്പിക്കാതെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? മഹല്ലത്തിന്റെ പ്രസിഡന്റിന് നാട്ടുകാരോട് സ്നേഹമാണത്രേ, കമ്മിറ്റിക്കാർക്ക് ജനങ്ങളോടൊക്കെയും സ്നേഹമാണത്രേ, ഇമാമിന് കമ്മിറ്റിക്കാരോട് സ്നേഹമാണത്രേ. പക്ഷെ പുറത്ത് കാണിക്കില്ല. ഇത് മറച്ചു വെച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോവുകയാ? സ്നേഹമെന്നത് തുറന്നു കാണിക്കേണ്ടതാണ്. ആ സ്നേഹം തുറന്നു കാണിക്കണമെന്ന് പഠിപ്പിച്ചത് രണ്ടാമത്തെ കാരണമായി മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയണം. എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണെന്ന് തുറന്നു പറയാൻ ഒരാൾക്ക് കഴിയണം. നമ്മളൊക്കെ വയലിന്റെ മേഖലയിൽ പോകുമ്പോ എത്ര ആളുകൾ വന്നിട്ട് പറയും, നിങ്ങളുടെ ഇന്ന വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണ്. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ 1000 വട്ടം നമ്മളൊന്ന് അളന്നു വെച്ചിരിക്കും. കാരണം എന്താണെന്നറിയോ? ഈ തട്ടി ആർസി കയറ്റുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ നേടാനായിരിക്കും. അത് മറ്റൊരു വിഷയം. പക്ഷേ സ്നേഹം തുറന്ന് പറയാൻ കഴിയണം. അബ്ദുൽ ഹക്കീം ഉസ്താദ്, അദ്ദേഹത്തോട് എനിക്ക് പറയാൻ കഴിയണം, ഉസ്താദേ നിങ്ങളോട് എനിക്ക് സ്നേഹമാണ്, നിങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറാകണം. അല്ലാതെ ഞാൻ വലിയ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അദ്ദേഹം എങ്ങനെ അറിയും? സ്നേഹം നിലനിൽക്കണ്ടേ? അതിന് സ്നേഹം തുറന്നു പറയണമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് തുറന്നു പറഞ്ഞോളി. ഞാൻ ഇപ്പോഴും പറയാണ്, അടിവരയിട്ട് പൈങ്കിളി പ്രണയത്തിന്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. നാളെ നേരം വെളുക്കുമ്പോ വെയിറ്റ് ചെയ്യുന്ന പെണ്ണിനോട് സ്നേഹം തുറന്നു പറയാനുള്ള ഒരു മെസ്സേജായി ആരും കണക്കാക്കുകയും വേണ്ട.
ഇത് നമ്മുടെ ഇടയിൽ സ്നേഹം ദാഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ സ്നേഹമാണ്, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്, ഞാൻ കാണിക്കാത്തതാണ്, നീ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, എന്നാണ് ഈ സ്നേഹമൊന്ന് തുറന്നു കാണിക്കുക? മരിച്ച് മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിൽ വെക്കുമ്പോഴോ? അപ്പൊ ആർക്ക് വേണം? അപ്പോഴാർക്ക് വേണം? കിട്ടേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹം തുറന്ന് സംസാരിക്കാനുള്ളതാണ്. അതിന് മാതൃക ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ താഴെ പാങ്ങോട്ടത്തെ മുഹമ്മദ് മുസ്തഫയുടെ കാര്യമല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അങ്ങോട്ട് പറയേ. നബിദിനത്തിന് മാത്രം പച്ചക്കൊടിയും തക്ബീറും ഒന്നും പറഞ്ഞ് മുട്ടായും പഴവും മാറ്റുന്നോണ്ട് നടന്നാൽ മതിയോ? മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് സ്നേഹം നിലനിൽക്കാൻ മൂന്നാമതായിട്ട് നാം ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. ഒന്നാമത് സലാം പറയലാണ്, രണ്ട് സ്നേഹം തുറന്നു പറയലാണ്, മൂന്നാമത്തേതോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് നീ സന്ദർശിക്കണം നിന്റെ സ്നേഹഭാചനത്തെ, നിന്റെ പ്രേമഭാചനത്തെ നീ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കണം, നടത്തണമെന്നാണ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പഠിപ്പിച്ച വിശാലമായൊരർത്ഥമാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്താലും വേണ്ടില്ല, ഒരാളോട് നമുക്ക് സ്നേഹമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി കണ്ടില്ലെങ്കിൽ പിന്നെങ്ങനാണ് സ്നേഹം നിലനിൽക്കുക? ഒരാളെ കണ്ടു സ്നേഹിതനാണ്, അയാളെ പരിചയപ്പെട്ടു വളരെ ഇഷ്ടമാണ്, അയാളെ പിരിഞ്ഞു പോയി, വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും അതേ സ്ഥലത്ത് വെച്ചോ മറ്റെടുത്തു വെച്ചോ നമ്മൾ കാണുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം പഴയതുപോലെ തന്നെ ആയിരിക്കൂലേ? ആ സ്നേഹം നിലനിൽക്കുന്നതിന്, ആ സ്നേഹത്തിന്റെ ഗ്രാഫ് ഉയരുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു ഫോൺ ചെയ്താൽ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് സന്ദർശനം നടത്തിയാൽ ആ സ്നേഹത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയരുമല്ലോ, ആ സ്നേഹത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയരുമല്ലോ. അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്, എവിടേക്കാണ് പോകുന്നത്? അങ്ങ് ദൂരെ നാട്ടിലുള്ള സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഒരാൾ ഇടയ്ക്ക് കയറി വന്നു, അയാൾ സലാം പറഞ്ഞിട്ട് ഈ മനുഷ്യന്റെ കൂടെ യാത്ര ആരംഭിച്ചു. എന്നിട്ട് ആ ഒന്നാമനായ ആ യാത്ര ചെയ്ത മനുഷ്യനോട് രണ്ടാമത്തെ ആള് ആഗതനായ മനുഷ്യൻ ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് സഹോദരാ നിങ്ങൾ പോകുന്നത്? അത് ഇന്ന നാട്ടിലേക്കാണ് പോകുന്നത്. എന്താ അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച്? അവിടെ എന്റെ ഒരു സഹോദരനുണ്ട്, അയാളുമായി നിങ്ങൾക്ക് സാമ്പത്തികമായ വല്ല ഇടപെടലുമുണ്ടോ? ഇല്ല. അയാൾ നിങ്ങളെ ബന്ധുവാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അയാളെ നിങ്ങളെ കാണാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, ലാ ഗൈറ അന്നീ അഹ്ബബ്തുഹു ഫില്ലാഹ്, പടച്ചവന് വേണ്ടി ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നതിന്റെ പേരിലാ ഞാൻ പോകുന്നത്. എനിക്ക് അയാളോട് സ്നേഹമാണ്, സാമ്പത്തികമായ കണക്കുകളുടെ പേരിലല്ല, അയാളുമായിട്ട് കുടുംബ ബന്ധങ്ങളുടെ പേരിലല്ല. പിന്നെയോ ഞാൻ അയാളെ സ്നേഹിക്കുന്നത് എനിക്ക് അയാളോട് ഇഷ്ടം അല്ലാഹുവിന്റെ പേരിലാണ്. ആ സമയത്താണ് ആഗതനായ മനുഷ്യൻ പറഞ്ഞു, അത്രേ ഇന്നി റസൂലുള്ളാഹി ഇലൈക്, അല്ലാഹു എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ച മലക്കാണ് ഞാൻ. ഇന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹബ്ബതുഹു ഫീ, നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെടുകയാണ് സഹോദരാ എന്ന് അല്ലാഹു ഒരു മലക്കിനെ നിയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനോട് സൂചന കൊടുത്തെങ്കിൽ മറ്റൊരു ഹദീസിൽ കാണാ, ഒരു യാത്ര ചെയ്തിട്ട് ദൂരനാട്ടിലുള്ള ഒരാളെ കാണാൻ വേണ്ടി നമ്മൾ പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മലക്കുകൾ പറയുമത്രേ, ത്വാബ മംശാ വതബവഅത മൻസിലൻ ഫിൽ ജന്ന, സഹോദരാ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാ. എന്തിന്റെ പേരിൽ? നിസ്കരിച്ചത് കൊണ്ടല്ല, ഹിഫ്ള് മക്കളൊക്കെ പഠിക്കാൻ സാമ്പത്തിക സഹായം നൽകിയതിന്റെ പേരിലല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് നിനക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നൽകിയത്? അത് നീ നിന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയതിന്റെ പേരിൽ. സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ കിലോമീറ്ററുകളോളം മൈലുകളോളം യാത്ര ചെയ്തിട്ടല്ലേ അള്ളാന്റെ ഹബീബിനെ കാണാൻ വേണ്ടി ബഹ്റൈനിൽ നിന്ന് പോലും സഹാബത്ത് വന്നിട്ടുള്ളത്.
സഹാബിയാകണമെങ്കിൽ നബിതങ്ങളെ കാണണമെന്ന നിബന്ധനയില്ല. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ നബിതങ്ങളോടൊപ്പം ഈമാനുള്ള ഒരാളായി ജീവിച്ചാ മതി. ആ കാലഘട്ടത്തിൽ നബിതങ്ങളെ കാണേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷേ നബിതങ്ങളെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി പോയത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സന്ദർശിക്കുന്നതിന്റെ മഹത്വം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു പോയാലും 4 റക്അത്തുള്ള നിസ്കാരത്തെ വെട്ടിച്ചുരുക്കി 2 ആക്കാം. 2 വഖത്തിലുള്ള നിസ്കാരം കൂടി ഒരുമിച്ച് കൂട്ടി ഏതെങ്കിലും ഒരു വഖത്തിൽ നിസ്കരിച്ച് നിനക്ക് യാത്ര ചെയ്യാം. എന്തിന്റെ പേര്? നീ പോകുന്നത് പുണ്യമായ ഒരു ഇബാദത്തിനാണ്. നിന്റെ സഹോദരനെ സാമ്പത്തിക കുടുംബ ബന്ധമൊന്നും ഇല്ലാതെ തന്നെ പടച്ചവന് വേണ്ടി സ്നേഹിച്ചതിന്റെ പേരില് എത്ര പേർക്ക് അങ്ങനെ മനസ്സിനകത്ത് സ്നേഹമുണ്ട്? ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുള്ള എത്ര പേര് നമ്മുടെയൊക്കെ ലിസ്റ്റിലുണ്ട്, കോണ്ടാക്ട് ലിസ്റ്റിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ച ഓരോരുത്തരും മനസ്സിൽ കൈവച്ച് ചിന്തിച്ച് നോക്ക്, എനിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ എത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് പോയിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? സ്നേഹിച്ചാലല്ലേ സ്നേഹം കിട്ടൂ, കൊടുക്കുന്നതല്ലേ നമുക്ക് തിരിച്ചു കിട്ടൂ. സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. അതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ മെസ്സേജ് അയക്കണം, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണം, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാണണം. അല്ലാതെ ഇപ്പൊ ഇരിക്കുന്ന സാധാരണ പല കമ്മിറ്റിക്കാർ പല ശൈലിയുള്ളവരാണ്. ഒന്ന് വയലിന് പോയാൽ പിന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാത്തവരുണ്ടാവും കൂട്ടത്തില്. ചില ആളുകളുണ്ട് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. താഴെ പാങ്ങോടുകാര് വേറൊരു വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ്. സ്നേഹം എവിടെ നിന്നാലും ഈ പരിസരത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോ ഈ അടുത്ത സമയത്ത് ഏകദേശം കുമ്മിള് കഴിഞ്ഞു, മന്ദിരംകുന്ന് കഴിഞ്ഞു. ഇനി ഇവിടെ കഴിഞ്ഞാൽ വരുന്നയാഴ്ച എരപ്പിൽ, പിന്നെ കല്ലറ ടൗൺ മുഹീദ്ദീൻ പള്ളിയില്, അത് കഴിഞ്ഞിട്ട് പിന്നെ പല സ്ഥലങ്ങളിലും. ഈ പരിസരങ്ങളിലുള്ള ഒരു പ്രത്യേകത അതാണ്. സ്നേഹം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പരസ്പരം കാണുമ്പോൾ ആ സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി വരും. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകം കണ്ട ഏറ്റവും വലിയൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു സന്ദേശമാണ്. കാരണം അതങ്ങനെയാണ്. മനുഷ്യ സഹജമായി കാണുമ്പോൾ നമുക്ക് സ്നേഹം കൂടും. ഇനി കാണാതിരുന്നാലോ? പലരും പറയാറുണ്ടല്ലോ, ശരീരമകലുമ്പോ കണ്ണകന്ന കൽബകലുമെന്ന്. അതങ്ങനെയാണ്. കണ്ണകന്ന കൽബകലുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണൽ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിണ്ടൽ, ഇടയ്ക്കിടയ്ക്ക് ഒരു സന്ദേശം കൊടുക്കൽ, ഇതെല്ലാം സ്നേഹം നിലനിൽക്കുന്നതിന്റെ കാരണമാണ്. ചെയ്തു നോക്ക് പ്രിയപ്പെട്ടവരെ, ചെയ്തു നോക്ക്. അള്ളാഹു നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നമ്മുടെ മഹല്ല്, നമ്മുടെ നാട് സ്നേഹം കൊണ്ട്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹം കൊണ്ട് പരസ്പരം വീർപ്പ് മുട്ടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബക്കറ്റ് അല്ലേ? 1 മണിക്കൂറായി വരി. 1 മണിക്കൂറാവുന്നു. അള്ളാഹു നമ്മുടെ സംഭാവനകൾ, നമ്മുടെ സ്വതക്കകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് കാര്യമായ നിലയിൽ നമ്മുടെ പിരിവ് വരുന്നേ ഉള്ളൂ. ബിസ്മില്ലാ. ഒരുപാട് കാര്യങ്ങൾ സാധാരണ നമ്മുടെ മഹല്ലുകളിൽ ഉള്ളതുപോലെ അല്ല. നമ്മുടെ മഹലിനെ, ഈ താഴെപ്പാങ്ങോട് മഹലിനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചിട്ട് ഇതുവരെ ഈ 5 വർഷത്തെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഒരു കാര്യം പോലും നടക്കാതിരുന്നിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന 25% നിൽക്കുന്ന ആ ഓഡിറ്റോറിയം. ഇവർക്കൊരു തീരുമാനമുണ്ടത്രേ, സാധുക്കൾക്ക് സൗജന്യമായിട്ട് മണ്ഡപം കല്യാണത്തിന് വേണ്ടി കൊടുക്കാം എന്ന്. അതൊക്കെ വലിയ കാര്യമാണ്. അള്ളാഹു ഇതിന്റെ പ്രവർത്തകർക്ക് ഏറ്റവും നല്ല കൂലി, ഏറ്റവും അർഹമായ സവാബ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ബക്കറ്റ് കാര്യമായ നിലയിൽ ഇട്ടോളി. എല്ലാവർക്കും അള്ളാഹു നല്ല കൂലി തരട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. 1 മണിക്കൂർ മാത്രമേ നമുക്കിനിയുള്ളൂ, അവശേഷിക്കുന്നുള്ളൂ. എല്ലാം കൂടി ഒന്ന് ശ്രദ്ധിച്ചോ. 1 സലാം പറയുക, 2 സ്നേഹം തുറന്നു പറയുക, 3 ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സന്ദർശനം നടത്തുക. ഇനി 4ാമതായി ഇനി പറയുന്ന കാര്യമൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. 4ാമതായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. 4ാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ?
ഒരു മനുഷ്യൻ തമ്മിലുള്ള അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമെന്ന് നിലനിന്ന് കാണാൻ നാലാമതായിട്ട് ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ. ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തഹദ്ദു തഹബ്ബൂ, നിങ്ങൾ ഹദിയകൾ കൊടുക്കണേ, സമ്മാനങ്ങൾ കൊടുക്കണേ, നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണേ, നിങ്ങളുടെ സ്നേഹം നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ സ്നേഹം നിലനിർത്തണമെന്ന നിങ്ങൾക്ക് 455 കിലോമീറ്റർ അപ്പുറത്തുള്ള പരിമായ മക്കയിൽ നിന്ന് ഹിജറ വന്ന പലായനം ചെയ്തു വന്ന മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മദീനക്കാരനായ സഈദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും കൈപിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? 455 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മക്കയിൽ നിന്ന് പലായനം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ചു വന്ന ഒരു സമൂഹത്തെ മദീനക്കാർ സ്വീകരിച്ചത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാണ് അൻസാരികൾ സ്വീകരിച്ചതെന്നറിയോ? സഈദ് ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു മദീനക്കാരനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ കടന്നു വരുന്നത് ആരെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കക്കാരനാണ്. മക്കക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സഹോദരിമാര് നന്നായിട്ടൊന്ന് കേൾക്കണേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് വരികയാ. മദീനയിൽ എത്തുമ്പോ സഈദ് ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് റസൂൽ ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഇനി നിങ്ങളെ പരസ്പര സഹോദരങ്ങളാണ്, ഇനി നിങ്ങളെ പരസ്പര സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കൈ പിടിച്ചിട്ട് അവരെ ഒന്നാക്കി വിടുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കൈ പിടിച്ചിട്ട് സഈദ് ഇബ്നു റബീഅ പോയത് എങ്ങോട്ടെന്നറിയോ? സ്വന്തം വീട്ടിലേക്ക് ഓടുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് ആ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ട് സഈദ് ഇബ്നു റബീഅ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുകയാണ്, ഏ സഹോദരാ, എന്റെ 2 ഭാര്യമാര് വീട്ടിലുണ്ട്, നിങ്ങൾക്കൊരു ഭാര്യയെ ഞാൻ അങ്ങ് തരട്ടെ മൊഴി ചൊല്ലിയിട്ട്. ഞാൻ 2 ഭാര്യമാരുള്ള ആളാണ്, അതുകൊണ്ട് 2-ൽ ഒരാളെ മൊഴി ചൊല്ലിയിട്ട് ആ പെണ്ണ് ഇദ്ദയിരുന്നതിന് ശേഷം നിങ്ങൾക്ക് കല്യാണം കഴിക്കാമല്ലോ. നാട് വിട്ടുവന്ന സഹോദരന്, വീട് വിട്ടുവന്ന സഹോദരന്, കുടുംബമില്ലാതെ വന്ന സഹോദരന് 2 ഭാര്യമാരിൽ ഒരാളെ മൊഴി ചൊല്ലി കൊടുക്കാമെന്ന് പറഞ്ഞ മനസ്സ് കണ്ടപ്പോ മഹാനായ ഇബ്നു ഔഫ് തങ്ങളുടെ മനസ്സ് നിറയുകയാ. അവിടുന്ന് നേരെ കൈപിടിച്ചു കൊണ്ടുപോയി എങ്ങോട്ടെന്നറിയോ? 2 തോട്ടങ്ങൾ കാണിച്ചു കൊടുക്കുകയാ. ഈ തപ്പനകൾ ഇങ്ങനെ കൊലകുത്തി വീണിരിക്കുന്ന 2 തോട്ടങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയുകയാണ്, സഈദ് ഇബ്നു റബീഅ പറയുകയാണ്, സഹോദരാ, ഈ 2 തോട്ടവും എന്റെ പേരിലുള്ളതാണ്, നല്ല ഫലം തരുന്ന തോട്ടങ്ങളാ. ഈ 2 തോട്ടങ്ങളിൽ ഒന്ന് ഞാൻ നിനക്കങ്ങ് തന്നേക്കാ, അത് സൗജന്യമായിട്ടാണ്, വിലക്കല്ല. ഇതിൽ യാതൊരു പ്രത്യുപകാരവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഈ 2 തോട്ടത്തിൽ ഒരു തോട്ടം നിങ്ങൾക്ക് ഞാൻ അങ്ങ് തന്നേക്കട്ടെ, 2 ഭാര്യമാരിൽ ഒരാളെ നിങ്ങൾക്ക് ഞാൻ തരട്ടെ. ആ സമയത്ത് എന്താ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞതെന്നറിയോ? ബറക്കല്ലാഹു ഫീ അഹ്ലിക വമാലിക, അല്ലാഹു നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമ്പത്തിലും ബറക്കത്ത് തരട്ടെ, നിങ്ങളുടെ തോട്ടത്തിലും നിങ്ങളുടെ വീട്ടിലും അല്ലാഹു ബറക്കത്ത് തരട്ടെ. എനിക്ക് ഇവിടത്തെ അന്തിച്ചന്ത എവിടെയെന്ന് കാണിച്ചു തന്നാൽ മതി, ഇവിടത്തെ മാർക്കറ്റ് എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് സഈദ് ഇബ്നു റബീഅ മാർക്കറ്റ് കാണിച്ചു കൊടുക്കുകയാ. മദീനയുടെ ഓരം ചേർന്ന മാർക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോ അവിടെ ചെന്ന് ചെറുകിട വ്യവസായം ആരംഭിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പിന്നെ ആരായി മാറിയെന്നറിയോ? മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറുകയാ. സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്ത് ചിന്തയാണെന്നറിയോ? ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന ഏതോ ഒരു ഉമ്മാന്റെ വയറ്റിൽ പിറന്ന പൊന്നുമോൻ ആ മകനെ വാരിപ്പുണരാ സ്വന്തം ഭാര്യമാരിൽ ഒരാളെ മൊഴി ചൊല്ലി കൊടുത്തുകൊണ്ട്, അതുപോലെ 2 തോട്ടങ്ങളിൽ ഒരു തോട്ടം സമ്മാനം കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തിയ ഹൃദയത്തിന്റെ പ്രകാശമേ, തഹാദ്ദു തഹാബ്ബു നബി മുഹമ്മദ് മുസ്തഫ. സമ്മാനങ്ങൾ കൊടുത്ത് സ്നേഹം ഇങ്ങനെ അതിന്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരിക്കണം. സമ്മാനം കൊടുക്കണം പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം.
അതെന്തോ ആയിക്കൊള്ളട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ നമ്മളോടാണ് പറയുന്നത്, 2 കടമുറി താഴെ പാങ്ങോട് പള്ളിയിൽ അസ്ർ നിസ്കാരത്തിന് കൂടിയപ്പോഴാണ് മന്നാനി എഴുന്നേറ്റ് പറഞ്ഞു, സാദിഖ് മന്നാനി എഴുന്നേറ്റ് പറയാണ്, മക്കയിൽ അല്ല കാസർഗോഡ് നിന്ന്, ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ഇത്രയും ദൂരം ഉണ്ടാവും, കാസർഗോഡ് നിന്ന് വെള്ളപ്പൊക്കം കാരണം വന്ന ഒരു സഹോദരൻ ഈ പള്ളിയിലുണ്ട്. ഇന്ന് നിങ്ങൾ താഴെ പാങ്ങോട്ടിലുള്ള നിങ്ങൾ ഒരാളുടെ സഹോദരനാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ പ്ലസ് ഉദരം, സഹോദരൻ. ഉദരത്തിൽ സഹവസിച്ചവനാണ് സഹോദരൻ എന്ന് പറയുന്നത്. ഉദരത്തിൽ സഹവസിച്ചവൾക്കാണ് സഹോദരി എന്ന് പറയുന്നത്. എന്റെ ഉമ്മാടെ ഉദരത്തിൽ കൂടപ്പിറപ്പെന്ന് നമ്മൾ പറയുന്നതാണ് സഹോദരൻ. സഹോദര എന്ന് വിളിച്ചാൽ എന്റെ ഉമ്മാടെ വയറ്റിൽ പിറന്നോനെ എന്നാണ് അതിന്റെ അർത്ഥം, കൂടപ്പിറപ്പെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത്രയും വലിയ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നബിതങ്ങൾ മാതൃകയാകുമ്പോ താഴെപ്പാങ്ങോട് പള്ളിയിൽ നിന്ന് ഉസ്താദ് എഴുന്നേറ്റ് പറയാണ്, കാസർഗോഡ് ജില്ലയിൽ വെള്ളപ്പൊക്കം വന്നു, നാടും വീടും കുടുംബങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാള് നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആതിഥേയരും അദ്ദേഹം അതിഥിയുമാണ്. നിങ്ങളിൽ ഒരാൾ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ കൈപിടിച്ച് വണ്ടി കയറ്റിയിട്ട് പറഞ്ഞു, എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഒന്ന് കുമ്മിളിലും ഒന്ന് പാങ്ങോട്ടുമാണ്. 2-ൽ ഒന്നിനെ നിനക്ക് ഞാൻ തരാം. എനിക്ക് 2 ഷോപ്പുണ്ട്, ഒന്ന് പാങ്ങോടും മറ്റൊന്ന് കല്ലറ ടൗണിലും. ഇത് 2-ൽ ഒന്ന് ഇഷ്ടപ്പെട്ട് നിനക്ക് ഞാൻ സൗജന്യമായി തരാം എന്ന് പറയുന്ന വിശാല മനസ്കതയുള്ള ഒരാള് താഴെ പാങ്ങോടുണ്ടാവുമോ? ഇല്ല. അതെന്തുകൊണ്ടാ? നമ്മൾ സാധാരണക്കാരും മദീനയിലെ ഓരോരുത്തരും സഹാബാക്കളുമായിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത.